അങ്ങനെ ഇവിടെ സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തു. ഈ മഞ്ഞ് പെയ്യുന്ന രാവെന്നൊക്കെ പറയുന്ന കേൾക്കുന്നതല്ലാതെ ഈ മഞ്ഞ് പൊഴിയുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് ഫസ്റ്റ് ഉണ്ടായ സ്നോഫോൾ അന്ന് ഭയങ്കര കുറവായിരുന്നു. പിന്നെ ഒരാഴ്ച കാത്തിരുന്നു, വേറൊരു ഞായറാഴ്ച പിന്നെയും സ്നോഫോൾ ഉണ്ടായി. അന്ന് സീനായിരുന്നു കേട്ടോ, ഫുള്ള് സ്നോ. അതാണ് ഈ കാണാൻ പറ്റുന്നത്. എന്നിട്ടോ ഈ സ്നോ ഒക്കെ മെൽട്ടാകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. മെൽട്ടാകാൻ സ്റ്റാർട്ട് ചെയ്താലും ചില സ്ഥലങ്ങളിൽ ആസിഡ് അതുപോലെ തന്നെ റിമൈൻ ചെയ്യുന്നുണ്ട്. സ്നോ ഇതുണ്ടോ അതേപോലെ തന്നെ. പിന്നെ സ്നോയിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്നോയിൽ കൂടെ നടക്കുമ്പം നമുക്ക് നല്ല അരിപ്പൊടീൻ്റെ മണ്ടയിൽ കൂടെ നടക്കണ പോലെ തോന്നും. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്നോ മെൽറ്റ് ആകുമ്പം തെന്നി അടിച്ച് വീഴാനുള്ള സാധ്യത അതുപോലെ അങ്ങ് കൂടും. അതിന് നമ്മൾ സ്പെഷ്യൽ ബൂട്ട്സൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ നടക്കുന്നത്. സാധാരണ ഷൂസൊക്കെ ഇട്ട് നടന്നാൽ നമ്മൾ തെന്നി അടിച്ച് വീഴും. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ റോഡുകളിലൊക്കെ സ്നോ മാറ്റാൻ വേണ്ടി അവർ ഉപ്പും അതുപോലെ തന്നെ മണലും ഒക്കെ കൊണ്ടിടുന്നുണ്ട്. കാരണം വണ്ടിയൊക്കെ ഓടുമ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. ഈ സ്നോ വീണ് കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. രസം എന്ന് വെച്ചാൽ നല്ല രസമാണ് കാണാൻ. പിന്നെ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് കിടന്ന് കുറച്ചങ്ങ് കളിക്കുക.